ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നോർമൽ നോൺ ഫ്ലുവൻസി വേഴ്സസ് സ്റ്റട്ടറിങ്. എന്താണ് നോർമൽ നോൺ ഫ്ലുവൻസി? പേര് പോലെ തന്നെ തീർത്തും നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണിത്. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള ഒരു സമയത്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സ്റ്റട്ടറിങ് അഥവാ വിക്കിനോട് സാമ്യമുള്ള ചില മിസ്റ്റേക്കുകൾ കുട്ടി പറയുന്നു. അപ്പോൾ പലപ്പോഴും ഇത് സ്റ്റട്ടറിങ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കുറച്ച് എറേഴ്സ്, അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് റെപ്പറ്റീഷൻസ്. അതായത് ഒരു ശബ്ദം തന്നെ അല്ലെങ്കിൽ ഒരു സൗണ്ട് തന്നെ കുട്ടി 2-3 തവണ പറയുക. അത് പലപ്പോഴും ഒരു വാക്കിന്റെ ആദ്യത്തെ ശബ്ദമായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർജെക്ഷൻസ്, ഇപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എക്സ്ട്രാ സൗണ്ട്സ് ആഡ് ചെയ്ത് പറയുക, ആ പോലെയുള്ള വാക്കുകൾ ആഡ് ചെയ്ത് പറയുക, സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സൈലൻസ് വരിക, ബ്ലോക്ക് ആകുക, ഒരു പോസ് വരിക. ഈ രീതിയിലുള്ള എറേഴ്സ് സ്വാഭാവികമാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടീനെ കറക്റ്റ് ചെയ്യാതിരിക്കുക. കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി അതിനെപ്പറ്റി വീണ്ടും അവെയർ ആവുകയും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്പീച്ച് ഔട്ട്പുട്ടിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി എന്താണ് ഒരു ഡിസോർഡേർഡ് ഡിസ്ഫ്ലുവൻസി അല്ലെങ്കിൽ സ്റ്റട്ടറിങ്? ഇപ്പൊ നമ്മൾ മേൽ പറഞ്ഞ പോലെയുള്ള മിസ്റ്റേക്കുകൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒക്യൂർ ചെയ്യും. എപ്പോഴൊക്കെ സംസാരിച്ചാലും ഈ രീതിയിലുള്ള മിസ്റ്റേക്സ് വരും. അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് ചില സെക്കൻഡറി ഫീച്ചേഴ്സ്, അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഐ ബ്ലിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിട്ടും ആൻഷ്യസ് ആയിട്ട് സംസാരിക്കുക, ഐ കോണ്ടാക്ട് തരാതെ ഇരിക്കുക, അൺവാണ്ടഡ് ആയിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് ഒക്വർ ചെയ്യുക. അപ്പം ഈ പറയുന്ന എറേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഈ രീതിയിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു സ്റ്റട്ടറിങ് അല്ലെങ്കിൽ ഒരു ഡിസ്ഫ്ലുവൻസി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒരു 5 വയസ്സിന് ശേഷവും ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു മിസ്റ്റേക്സ് കുട്ടി കാണിക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് അതിന്റെ അസസ്മെന്റ് എടുക്കാനും എത്ര ഫ്രീക്വന്റ് ആണ് അല്ലെങ്കിൽ എത്ര സിവിയർ ആണ് ഈ കണ്ടീഷൻ എന്ന് തിരിച്ചറിയാനും നിങ്ങൾക്കുള്ള ഒരു മാനേജ്മെന്റ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും.